السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. ഹബീബായ സയ്യിദുൽ വജൂദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാം ചെയ്യുന്ന അമലുകൾ, അവിടുത്തെ പേരിൽ നാം ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ സ്വീകരിക്കാൻ വേണ്ടി, അതുകൊണ്ട് സന്തോഷിക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ റൗള ഷരീഫിൽ കാത്തിരിക്കുകയാണ്. ഇതാര് പഠിപ്പിച്ചു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മഹാനായ ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു ഔസ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅഹ്, നിങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ചക്ക് വലിയ മഹത്വമുണ്ട്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ച ദിവസവും അതിൻ്റെ രാവുമാണ്. വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വെള്ളിയാഴ്ചക്ക് വലിയ മഹത്വമുണ്ട്, മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഅക്സിറു അലയ്യ മിന സ്വലാത്തി ഫീഹി, ആ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങളെന്ത് ചെയ്യണം? ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ധാരാളം സ്വലാത്തുകൾ എൻ്റെ പേരിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം. മറ്റു ദിവസങ്ങളിലൊക്കെ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ്. ഏത് സതുദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ സ്വലാത്ത് മനസ്സിൽ കരുതി ചൊല്ലിയാൽ തീർച്ചയായും അവന് നല്ല റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യും. കടം വീടാൻ, രോഗം മാറാൻ, സതുദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ, എന്തുമാവട്ടെ ഹലാലായ ഏതൊരു വിഷയവും സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം മുട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഫഇന്ന സ്വലാത്തക്കും മഅറൂത്തുൻ അലയ്യ, എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പ്രത്യേകം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് പറയാനുള്ള കാരണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടും, എനിക്കത് കാണിക്കപ്പെടും. ഈ ഹദീസൊക്കെ വിശദീകരിച്ച് മഹാന്മാർ ധാരാളം വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കാണാം, നാം എന്നു ചൊല്ലുന്ന സ്വലാത്തുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു മലായിക്കത്തിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, മലായിക്കത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചൊല്ലുന്ന സ്വലാത്ത് മലായിക്കത്തിൻ്റെ വസീലയില്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെടും. അപ്പം അത് സ്വീകരിക്കാൻ വേണ്ടി നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, അതുകൊണ്ട് സന്തോഷിക്കാൻ വേണ്ടി, നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ റൗള ഷരീഫിൽ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ചില സഹാബത്ത് ചോദിച്ചു, ചില വഹാബികൾ അല്ലെങ്കിൽ പുത്തംവാദികൾക്ക് വരുന്ന സംശയം പോലെ മഹാന്മാരായ സഹാബത്തിന് സംശയം. ഖാലു യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, വകൈഫ തുഅറദു സ്വലാത്തുന അലൈക വഖദ് അറംത, നബിയെ അങ്ങ് വഫാത്തായി, അങ്ങയുടെ ശരീരം അത് മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അങ്ങയുടെ മേൽ വെളിവാക്കപ്പെടുക? റസൂലുള്ളാഹിന്റെ മറുപടി, ഖാല ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ജസദ്, അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുന്നതിനെ മണ്ണിൻ്റെ മേൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നബിയുടെയും ശരീരം മണ്ണ് തിന്നുകയില്ല, ദ്രവിച്ചു പോവുകയില്ല. ഞാൻ നിങ്ങളെ സ്വലാത്ത് സ്വീകരിക്കാൻ, നിങ്ങളെ സ്വലാത്ത് കണ്ടാൻ സന്തോഷിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ ഞാൻ ഖബറിലുണ്ടാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ധാരാളം സ്വലാത്തുകൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ പ്രത്യേകിച്ചും വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധ്യമായാൽ ഹബീബിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, അവിടുത്തെ ശഫാഅത്തിന് ഏറ്റവും കൂടുതൽ അർഹരാവാൻ, സ്വർഗത്തിലെ ഉന്നതമായ പദവികൾ നമുക്ക് നേടിയെടുക്കാനൊക്കെ അത് കാരണമാവും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.